Treatment of other overheads and activities based on cost allocation. The distribution of production costs, particularly how they are included into the cost units. You will study about the allocation or non-production of overheads. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റുള്ള എക്സ്പെൻസ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൽ ഫസ്റ്റ് വൺ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല. Costs are associated with creating policies and managing an organization and overseeing activities are known as administration overhead. Administration overhead എന്ന് ഉദ്ദേശിക്കുന്നത് managing an organization and overseeing activities are known as administration overhead. അതായത് ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉദ്ദേശിക്കുന്നത്. They are unrelated to sales or production in any direct way. Examples of this cost include the salary of office staff, ഓഫീസിലെ സ്റ്റാഫിന്റെ സാലറി, ലീഗൽ ഫീസ്, ഓഡിറ്റ് ഫീസ്, ഡെപ്രീസിയേഷൻ, ഇതെല്ലാം ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ ഇൻക്ലൂഡ് ചെയ്തു. There are numerous ways to absorb the administration costs. These include the following: production unit methods, percentage conversion method, percentage sales, percentage of work cost. ഇതെല്ലാം പെർസെൻറ്റേജില് ശതമാനത്തിൽ കണ്ടിരിക്കും. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അടുത്തതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയും. അതായത് ഗുഡ്സുകളുടെ ഓഫീസിൽ, അതായത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് വിൽപ്പനയ്ക്കായിട്ട് വീണ്ടും അവിടെയും ചെലവ് വരും. ഇതിനെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആർ എക്സാമ്പിൾസ് ഓൺ പ്രൊഡക്ഷൻ എക്സ്പെൻസ് because they are the charge after the goods or services have been produced. This expense are referred to after production cost. ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എല്ലാം പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന. The expense include the transport and finished goods from point of production to the point of sale or consumption is known as distribution overhead. പ്രൊഡക്ഷൻ കഴിഞ്ഞ് അത് കൺസപ്ഷൻ എത്തുന്നതിന് വേണ്ടിയുള്ള ചെലവുകളാണ് ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. The following sections are comprise selling and distribution expense. Direct selling expense, direct ആയിട്ട് സെല്ലിംഗ് എക്സ്പെൻസ്, കൂടാതെ അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്, വെയർഹൗസിൽ അത് പണ്ടകശാലകളിൽ സൂക്ഷിക്കുന്നുള്ള ചെലവ് വരും, കൂടാതെ ഫിനാൻഷ്യൽ ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് വരും, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരും. ഇങ്ങനെ പല വ്യത്യസ്ത രീതിയിലുള്ള ചെലവുകൾ കൺസപ്ഷന് മുമ്പ് വരും. ഇതിന്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റിംഗ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻടു 100. അപ്പോൾ അതിന്റെ പെർസെൻറ്റേജ്. ഈ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കോസ്റ്റ് കിട്ടണമെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻടു 100. അപ്പോൾ വർക്ക് കോസ്റ്റിന്റെ എന്ത് അതിന്റെ പെർസെൻറ്റേജ്. ട്രീറ്റ്മെന്റ് ഓഫ് സർട്ടൺ ഐറ്റംസ് കോസ്റ്റ് അക്കൗണ്ട്. അതിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. കോസ്റ്റ് അക്കൗണ്ടിൽ ഉൾപ്പെട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ ഈ ക്യാഷ് ലോണുകൾ എടുത്താണ് ഈ ബിസിനസ് നടത്തുന്നതെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് വരും. ഇതൊരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്ക്. കൂടാതെ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ തേയ്മാനം സംഭവിക്കുന്നത്, അതായത് അസറ്റുകൾ ഉപയോഗിക്കുമ്പോൾ തേയ്മാനം സംഭവിക്കും. കൂടാതെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, അതായത് ഇത് ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും അതിന്റെ ഗവേഷണങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള ചെലവ്. ഇനി റോയൽറ്റീസ് ആൻഡ് പേറ്റന്റ് ഫീസ്. റോയൽറ്റീസ് വരും. അത് റോയൽറ്റീസ് ആൻഡ് പേറ്റന്റ് ഫീസ്. റോയൽറ്റീസ് ആൻഡ് പേറ്റന്റ് ഫീസ് ആർ പെയ്ഡ് ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട്.
അതിന്റെ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഡ്രോയിങ് ഓഫീസ്, ഇതെല്ലാം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫീസിലെ മറ്റുള്ള ചെലവുകളും വരും. കൂടാതെ കോസ്റ്റിംഗ് ഓഫ് എക്സ്പെൻസ്, ഓഫീസിലെ എക്സ്പെൻസ് വരും. ആൻഡ് ഡിഫക്റ്റീവ് വർക്ക്, ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ചാണ് അതിന്റെ ഡിഫക്റ്റ്, അത് ക്ലിയർ ആകാൻ വേണ്ടിയുള്ള ചെലവുകൾ. കൂടാതെ പാക്കേജിങ് എക്സ്പെൻസ് ആൻഡ് ഐഡിൽ കപ്പാസിറ്റി, ക്യാഷ് ഡിസ്കൗണ്ട്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നെയിം ദ 4 മെത്തേഡ്സ് ഓഫ് സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉണ്ട്. അതിലൊന്ന് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിനെ അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബറിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാം. മിഷൻ ഓർ റേറ്റ് ബേസിസിലും അതിന്റെ പെർസെൻറ്റേജ് കാണാം. നമ്പർ ഓഫ് എംപ്ലോയീസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടും പെർസെൻറ്റേജ് കാണുവാൻ സാധിക്കും. ഇനി നമ്മുടെ യൂണിറ്റ് കോസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ meaning and applicability. Unit costs, a method of costing employed by industries that produce the homogeneous similar goods in large quantities and known as unit costing. അതായത് ഒരേ രീതിയിലുള്ള ഗുഡ്സുകൾ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ കോസ്റ്റിംഗ് യൂണിറ്റ് ആർ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഒരേ രീതിയിലായിരിക്കും. which is the fundamental aspects of unit costing. Single output costing is another name of a unit cost. When an organization produces essentially one homogeneous product or one homogeneous product in the 2 or more grade, single or output costing is the type of unit costing used. By dividing the entire cost by the total number of unit produced, എത്ര യൂണിറ്റുകൾ ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ടോട്ടൽ യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കാണാം. ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഷീറ്റിൽ ആദ്യം പ്രൈം കോസ്റ്റ് വരും, ഇനീഷ്യൽ ആയിട്ട് വരുന്ന ചെലവ്, പിന്നെ ഫാക്ടറി കോസ്റ്റ് വരും, പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരും. കൂടാതെ കോസ്റ്റ് ഓഫ് സെയിൽസ് വരും. ഇങ്ങനെ പല പല ഗ്രേഡുകളായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഷീറ്റിലെ പ്രൈം കോസ്റ്റിൽ വരുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ, അതിന്റെ പർച്ചേസ് റോ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് മെറ്റീരിയൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കൂടി ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റോട് കൂടിയിട്ട് ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറിയിൽ വരുന്ന മറ്റുള്ള എക്സ്പെൻസ്, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്തിട്ട് കിട്ടുന്ന ഫിഗറാണ് വർക്ക് കോസ്റ്റ്. ഈ വർക്ക് കോസ്റ്റും കൂട്ട് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യും. ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉദ്ദേശിക്കുന്നത് ഓഫീസിലെ സാലറി, അതിന്റെ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്, ആൻഡ് കൂടാതെ ഓഫീസുമായിട്ട് നേരിട്ട്, അതായത് ഓഫീസ് സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക, ഓഫീസ് റെന്റുകൾ വരും, ഓഫീസ് ഡിപ്രീസിയേഷൻ, അതായത് ഫർണിച്ചർ ഫിറ്റിങ്ങിന്റെ ഡിപ്രീസിയേഷൻ. ഇങ്ങനെ
ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടിയിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിയാൽ ഇതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അതായത് സെല്ലിംഗ് എക്സ്പെൻസ്, കമ്മീഷൻ, ക്യാരി ഔട്ട്വേഴ്സ്, അഡ്വർടൈസിങ്, ഇങ്ങനെയുള്ള മറ്റുള്ള എക്സ്പെൻസുകൾ ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും സെയിൽസും തമ്മിലുള്ള വ്യത്യാസം, ഇതിന് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് അറിയാം. ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോ കോസ്റ്റ് ഷീറ്റ് ഉദ്ദേശിക്കുന്നത്, ആദ്യം നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ എടുക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതിനുള്ളിൽ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഈ മെറ്റീരിയൽ കൺസ്യൂംഡോട് കൂടിയിട്ട് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഈ പ്രൈം കോസ്റ്റോട് കൂടിയിട്ട് ഫാക്ടറി ഓവർഹെഡ്, അതായത് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ചെലവ്, ഫാക്ടറി റെന്റ്, ഫാക്ടറി എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഡിപ്രീസിയേഷൻ ഓഫ് മിഷനറി ആൻഡ് വർക്ക് എക്സ്പെൻസ്, ഇതെല്ലാം ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്തിട്ട് അതിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്കോ വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ്, ഈ വർക്ക് കോസ്റ്റിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ്. ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഉദ്ദേശിക്കുന്നത് ഓഫീസിലെ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി, ഓഫീസിലെ റെന്റ്, ഓഫീസ് പരമായ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഇങ്ങനെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടിയിട്ട് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന്. അവിടെ യൂണിറ്റ് ബേസിസിലാണെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്തും. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്ര, ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജോബ് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, ജോബ് കോസ്റ്റിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദാറ്റ് ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റ്. Specific order cost, which apply where work is undertaken to customers, special requirement, and each order of comparatively short duration. So, ഈ ജോബ് കോസ്റ്റിംഗ് ഒരു ജോബ് തീർക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകൾ, അതിലെല്ലാ ചെലവുകളും ഇൻക്ലൂഡ് ചെയ്യും. അതിനെയാണ് ജോബ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഈച്ച് വർക്ക് ഈസ് എ ഡിസ്റ്റിങ്ക്ട്
and specific and different, which is one of the special qualities relating to production. Each work is a distinct with a specific and different, which is one of the special qualities relating to production, and the cost ascertained in industries which job costing can be used. Next, each task is carried out according to the unique requirement of the customer, not for stock. The average length of each work is short. Each job can be recognized at every level of manufacturing. A unique job order number is assigned to each job order. The production flow from department to department is not consistent. Over costs are assessed based on established rates. Sadharana, the following organization could benefit from the job cost. First one, printing press. Each item that needs to be printed, whether it be pamphlet, book, or advertisement, and a separate job on the printing press. അതായത് ഒരു പ്രിന്റിംഗ് പ്രസ്സിന് എടുത്താൽ ഈ പ്രിന്റിംഗ് പ്രസ്സിൽ അതിന്റെ പാംപ്ലെറ്റുകൾ പ്രിന്റ് ചെയ്യുക, ബുക്കുകൾ തയ്യാറാക്കുക, അഡ്വർടൈസ്മെന്റ് പറ്റിയ നോട്ടീസുകൾ തയ്യാറാക്കുക. ഇതൊക്കെ സെപ്പറേറ്റ് ജോബുകളാണ്. ഇനി ഗ്യാരേജ് എടുത്താല് each vehicle that needs repair of maintenance will become with its own part. ഈ ഗ്യാരേജ് ധാരാളം വെഹിക്കിൾസ്, ഇതിൽ ഓരോ വെഹിക്കിളിനും വേണ്ടി വരുന്ന വർക്ക് അത് സെപ്പറേറ്റ് ജോബാണ്. ഇനി മാനുഫാക്ചർ ഓഫ് ഫർണിച്ചർ എടുത്താൽ എവരി ഓർഡർ ഫോർ ഫർണിച്ചർ ഈസ് ഹാൻഡിൽ സെപ്പറേറ്റ്. ഓർഡർ പ്രകാരം, അതായത് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഫർണിച്ചറിന്റെ സെറ്റുകൾ തരാൻ, അതൊരു സെപ്പറേറ്റ് ജോബാണ്. ഇനി സർവീസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ വർക്കിനും ഓരോ പ്രത്യേക അക്കൗണ്ട്സ് മറ്റുള്ള അക്കൗണ്ട്സ് എടുത്താൽ ഇവിടെ ചെയ്യുന്ന വർക്കിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ അതിന്റെ ഫീസ് കലർത്തും. ഇതിനെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആയിട്ട്. ഇനി അതിന്റെ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ, എസ്റ്റിമേറ്റിംഗ് ടാസ്ക് കോസ്റ്റ്, ഓരോ ടാസ്കിൽ എസ്റ്റിമേറ്റിംഗ് ടാസ്ക് കോസ്റ്റ് എടുക്കും. അസൈനിങ് ജോബ് ഓർഡർ നമ്പർ, ഓരോ ജോബിന് നമ്പർ. കൂടാതെ ക്രിയേറ്റിംഗ് എ പ്രൊഡക്ഷൻ ഓർഡറുകൾ. ഇനി കോസ്റ്റ് കളക്ഷൻ ആൻഡ് റെക്കോർഡിംഗ്. Each cost is independently gathered and recorded. A workflow sheet is used to track and summarize the costs associated with each job factors. Material, labor and all. ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ വർക്കിനും പ്രത്യേകമായ മെറ്റീരിയൽ ആവശ്യമാണ്, ലേബർ ആൻഡ് ഓവർഹെഡ്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട്. ഇതിന്റെ ലിസ്റ്റ് ഓഫ് 4 ഫീച്ചേഴ്സ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകതകൾ. ഒന്ന്, യൂണിക് ആൻഡ് കസ്റ്റമൈസ്ഡ് ജോബ്. നമ്മൾ കസ്റ്റമറെ ബേസ് ചെയ്തിട്ടുള്ള ജോബ്. സെക്കൻഡ്, അക്യുമുലേഷൻ ഓഫ് കോസ്റ്റ് ബൈ ജോബ്. എന്ത് ചെലവാണ് ഓരോ ജോബിനും. ആൻഡ് സ്പെഷ്യൽ കോസ്റ്റ് ഓഫ് അലോക്കേഷന് വേണ്ടിയുള്ള ചെലവ്. അത്
regarding keeping and cost tracking. കോസ്റ്റ് ഓരോ ഗുഡ്സുകൾ അല്ലെങ്കിൽ ഓരോ വർക്കിനും വരുന്ന ചെലവ് റെക്കോർഡ് ചെയ്തു. ഇതിന്റെ job costing is supplied where can be measured in terms of completed job. ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട്. സെക്കൻഡ്, അണ്ടർ ജോബ് കോസ്റ്റിംഗ് ഈച്ച് ജോബ് ഈസ് അസൈൻഡ് ഈസ് എ ഡാഷ് നമ്പർ എന്ന് വെച്ചാൽ ജോബ് ഓർഡർ പ്രകാരം ഈച്ച് ജോബ് ഓർഡർ ഈസ് എ കേപ്പബിൾ ഓഫ് ഡാഷ് അറ്റ് ഓൾ സ്റ്റേജസ്. അതായത് ഐഡന്റിഫിക്കേഷൻ നമുക്ക് തിരിച്ചറിയണം. നെക്സ്റ്റ്, a job cost sheet is used to dash cost as a summarized cost. ജോബ് കോസ്റ്റിംഗ് സെപ്പറേറ്റ് ഒരു വർക്ക് തീരുന്നതിന് വേണ്ടി അതിന് ഏതെല്ലാം വിധത്തിലുള്ള ചെലവുകൾ ഉണ്ടാകാം അത് യൂണിറ്റ് ബേസിസിൽ. നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റ്. ഒരു പ്രത്യേകത ഇതിനെയാണ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റ് പോലെയാണ്. That is used to calculate the cost and profit for large projects like a building, a road, ship. These jobs typically involve large amount of work outside the contracting party's property. They take a very long time to finish, often taking more than one accounting year. This means that even on unfinished work as of the end of the accounting year, ഈ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്ന ഒരു വർക്ക് അത് തീരുന്നതിന് വേണ്ടി കോൺട്രാക്ടർ കോൺട്രാക്ട് ചെയ്യും. അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഇന്ന വർക്ക് ഇന്ന സമയത്തിന് മുമ്പ് അത് ഇത്ര ക്യാഷ് വേണ്ടി വരും എന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി എഗ്രിമെന്റ് മുഖേന പ്രവർത്തിക്കുന്ന കോസ്റ്റിംഗ് സമ്പ്രദായമാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ പ്രത്യേകതകൾ. The work is done in accordance with the customer precise the specifications. ഓരോ വർക്കിനും ചില സ്പെസിഫിക്കേഷൻസ്. കൂടാതെ a task will take the considerable amount of time and effort. ഒരു വർക്ക് തീരുന്നതിന് വേണ്ടിയുള്ള ടാസ്ക് ഉണ്ട്. അത് ഇന്ന എമൗണ്ടിന് ഇന്ന സമയത്ത് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. നെക്സ്റ്റ്, ദി വർക്ക് ഈസ് ടിപ്പിക്കലി പെർഫോം ഓൺ സൈറ്റ്. അത് ആ സൈറ്റിൽ അത് എന്റെ വർക്ക് കാണും. ദി കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ടു വർക്ക് ഫ്രീക്വൻലി ഇൻവോൾവ് ദ വർക്ക്. കൺസ്ട്രക്ഷൻ ഇതിന് റിലേറ്റഡ് ആയി. അടുത്തത്, ഫോർ ദ പീരീഡ് ഓഫ് കോൺട്രാക്ട് plant and equipment may be purchased or rented. ഇവിടെ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ റെന്റിന് എടുക്കാം. ഇങ്ങനെ അത് വർക്ക് ചെയ്യാൻ പറ്റും. ദി കംപ്ലീഷൻ ഓഫ് ഡെഡ്ലൈൻ ദ പ്രീഡിറ്റർമിൻഡ് ആൻഡ് ലേറ്റ് ഫീസ് അസസ്. നമ്മളൊരു വർക്ക് ഏറ്റെടുത്താൽ ആ വർക്ക് നിശ്ചിത സമയത്തിനുണ്ട്. അതാണ് അതിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അത് പ്രീഡിറ്റർമിൻ ചെയ്യും. നമ്മൾ ഒരു വർക്ക് ഇന്ന ടൈമിന് തീരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 വർഷത്തിലാണ് അല്ലെങ്കിൽ 2 വർഷമാണ്, ഇങ്ങനൊരു ഇയർ പറഞ്ഞിരിക്കും. അതിനു മുമ്പ് വർക്ക് തീരും. ആ വർക്ക് കൃത്യമായ സമയത്ത് തീരുന്നില്ലെങ്കിൽ അവിടെ ലേറ്റ് ഫീസ് കൊടുക്കും. ഇവിടെ ഫീച്ചേഴ്സ് റിഗാർഡിംഗ് കോസ്റ്റ്.
features ഉണ്ട്. In contract costing, the cost unit is in economy. ഈ കോൺട്രാക്ട് കോസ്റ്റിംഗില് ഒരു യൂണിറ്റ് to determine the profit or loss on each contract and separate account is created for each. അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ ഈച്ച് കോൺട്രാക്ട്, ഓരോ കോൺട്രാക്റ്റിലും എന്തുമാത്രം പ്രോഫിറ്റ് കിട്ടി എന്നറിയാൻ. The majority of cost items can be categorized in direct cost because they are simple to associate with a particular cost. So majority of cost items can be categorized. അത് ഡയറക്റ്റ് കോസ്റ്റ് എത്രയുണ്ട്, അത് ഇൻഡയറക്റ്റ് എത്രയുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. The head office cost and storage charges are typically the only indirect cost that apply, that are these are apportioned the different contracts. So ഇതിന്റെ കോസ്റ്റ് എത്ര വരാം, അതിന്റെ സ്റ്റോറേജിൽ എത്രയുണ്ട്, ഇതെല്ലാം അപ്പോർഷൻഡ് ചെയ്യും. ഈ കോസ്റ്റുകൾ ഇങ്ങനെ ഓരോന്നിനും വരുന്നത് തിരിച്ചു. The contract prices are frequently determined in advance and payments are made based on architect's certificate. ഒരു കോൺട്രാക്ട് വർക്ക് തീർന്നു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്താൽ, അത് ആർക്കിടെക്ട് അത് സൈൻ ചെയ്യണം. അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്തു, അവർ ഏൽപ്പിച്ചിരിക്കുന്ന പ്രകാരമാണ് വർക്ക് തീർന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ് അതിന്റെ ആ കോൺട്രാക്ടിന് വേണ്ടിയുള്ള എത്രയാണോ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന തുക കൊടുക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ട് വർക്കിന് 10 ലക്ഷമാണെങ്കിൽ ഇത് ഈ കോൺട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ 8 ലക്ഷം ആവും. എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന 10 ലക്ഷം. അപ്പോ ഈ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തിക്ക് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. തക്ക സമയത്ത് കൃത്യമായ സമയത്ത് വർക്ക് തീർത്തു കൊടുക്കുന്നു. ഇങ്ങനെ ഇതിനകത്ത് കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്ന തുകയും കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന തുകയും അതിന്റെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രോഫിറ്റ്. സാധാരണ പ്രോഫിറ്റ് കിട്ടുന്നു, ചില റയർ കേസുകളിൽ അത് ചിലപ്പോൾ ലോസ് ആയി മാറും. കോൺട്രാക്ട് കോസ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, നടപടികൾ. ഈ കോൺട്രാക്ട് കോസ്റ്റസിലെ കോൺട്രാക്ട് ഇൻവോൾവ് 2 parties, കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ട്. കോൺട്രാക്ടർ ഉണ്ടാകാം, കോൺട്രാക്ട്. A contract is someone who agreed to do work. The individual or organizational government entity that contracts with the contractor is known as the contract. ഒരു കോൺട്രാക്ടറും കോൺട്രാക്റ്റും ഒരു എഗ്രിമെന്റ്. ഈ എഗ്രിമെന്റ് പ്രകാരമാണ് വർക്ക്. Typically, the contractor hires an architect to create the blueprint and structural design, detailed drawing, tender document, and oversees the entire project. The tender is presented by tractor to contractor, and once it has been accepted, both the parties sign and contract outlining the terms of payment and agreed upon the price. It might include an escalation clause that pay the contractor for unjustified price increases, other unforeseen circumstances. ഇവിടെ കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും ഒരു നിശ്ചിത തുകയ്ക്ക്
ഈ വർക്ക് ഏറ്റെടുത്ത് വയ്ക്കുകയും അത് കൃത്യമായ സമയത്തിന് വർക്ക് തീർക്കണം. ചില സമയങ്ങളിൽ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾ ചില സർക്കംസ്റ്റൻസിൽ ചില വിലകൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എന്റെ മെറ്റീരിയലിന്റെ വില കൂടി, അല്ലെങ്കിൽ മറ്റുള്ള ചെലവുകൾ കൂടി. ഈ ചെലവുകൾക്കെല്ലാം അത് മനസ്സിലാക്കി കോൺട്രാക്ടർ അത് ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തി ചില വ്യത്യാസങ്ങളും അതിന്റെ ഒരു ഫ്ലക്ച്വേഷൻസ്. ഇതിനെ നമ്മൾ എസ്കലേഷൻ ക്ലോസ്. എന്തെല്ലാം ഐറ്റംസ് ആണ് ഈ കോൺട്രാക്ട് വെക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ വില, ആൻഡ് സ്റ്റോർസ് ഓഫ് മെറ്റീരിയൽസ് ഓൺ സൈറ്റ്, മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ, തിരിച്ചു കൊടുക്കുന്നു, സ്റ്റോളൻ ഓർ ഡിസ്റ്റോൾഡ് മെറ്റീരിയൽസ്. ഇങ്ങനെ പല മെറ്റീരിയൽസ് തന്നെ പല വിധത്തില്. ഡയറക്റ്റ് മെറ്റീരിയൽ സ്റ്റോർസ് സൂക്ഷിച്ചിരിക്കുന്നത്, സൈറ്റിലുള്ള മെറ്റീരിയൽ മോശപ്പെട്ട തിരിച്ച് സ്റ്റോറിലേക്ക് പോയിരിക്കുന്നത്, ചില മെറ്റീരിയൽസ് ചിലപ്പോൾ മോഷണം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ട്. ഇത് മെറ്റീരിയൽസ് പല വിധത്തിലുണ്ട്. ഇനി ലേബർ, all labor performed in the contract side must be considered the direct labor and invoiced directly to the contractor. ഈ ലേബർ ഡയറക്റ്റ് ആയിട്ട് ഈ കോൺട്രാക്ട് വർക്കിന് ഉപയോഗിച്ചു. ഓൺ ദി കോൺട്രാക്ട് സൈറ്റ് മസ്റ്റ് ബി കൺസിഡർ, അത് പരിഗണിക്കും. ഇനി ഇതിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസ്, all costs excluding the materials and labor are billed to a specific contract as they are the cost of specialized tools, the cost of design, the cost of leasing plan. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചില എക്സ്പെൻസുകൾ ഇതിനാണ്. ഇതിന്റെ ഓവർഹെഡ്, അതിന്റെ ചെലവുകളെ സമയത്തുള്ള ഡയറക്റ്റ് അലോക്കേഷൻസ്, ഡയറക്റ്റ് ആയിട്ട് എത്ര ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് അപ്പോഷ്മെന്റ് തരം തിരിച്ചിരിക്കുന്നത്. പ്ലാന്റ് ആൻഡ് മിഷനറി, അതിനകത്ത് പ്ലാന്റ് മിഷനറി എത്ര പേര്, ഇവയെല്ലാം വ്യക്തമായിട്ട് ഈ കോൺട്രാക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില കോൺട്രാക്ട് എടുത്തിരിക്കുന്നവര് അത് സബ് കോൺട്രാക്ട് ആയിട്ട്, അതായത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വ്യക്തികൾ അതിന്റെ ചില വർക്കുകളൊക്കെ വേറെ വ്യക്തികളെ, ഈ വേറെ വ്യക്തികൾ അത് സബ് കോൺട്രാക്ട് ആയിട്ട് ചെയ്ത് തരും. ഇതിനെയാണ് സബ് കോൺട്രാക്ട്. ഇനി വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്. At each step of completion, the contract is paid in part based on the architect's certification. ഒരു വർക്ക് തീർന്നു എങ്കിൽ അത് ആർക്കിടെക്ട് അത് സർട്ടിഫൈ ചെയ്ത്, ഈ ആർക്കിടെക്ട് സർട്ടിഫൈ ചെയ്ത് തന്നു എങ്കിൽ മാത്രമേ അതിന്റെ ക്യാഷ് ഈ കോൺട്രാക്ടർക്ക് കൊടുക്കുകയോ, അതായത് വർക്ക് തീർത്ത് ഏറ്റെടുത്ത്. അപ്പോ ആ വർക്ക് സർട്ടിഫൈഡ്, അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കും വർക്ക് സാറ്റിസ്ഫൈഡ്, അതായത് അപ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ്. ഇത് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്, ഒരു വർക്ക് തീർന്നു, അതിന്റെ അൺസർട്ടിഫൈഡ് വർക്ക് തീർന്നിട്ടുണ്ട് പക്ഷെ അത് ആർക്കിടെക്ട് സർട്ടിഫൈ കൊടുക്കാതിരിക്കുന്നതിനെയാണ് വർക്ക് അൺസർട്ടിഫൈഡ്. ഇതിന്റെ പ്രോഫിറ്റ് കാണുന്നത്, അതായത് പല സ്റ്റേജസ് ആണുള്ളത്, ഈ പല സ്റ്റേജസിലും പ്രോഫിറ്റ് കാണുന്നത്, അതായത് 1/4 കൂടുതൽ, അതായത് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കൺ ഇൻ ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോ. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
if the value of the work approved in 1/4 or more, but less than half of the entire profit ആണെങ്കിൽ, ഇപ്പോൾ 1/4 താഴെയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ the amount of profit taken into the profit and loss account calculated as follow if the value of the work approved 1/4 or more. അങ്ങനെയാണെങ്കിൽ, അതായത് 50% വർക്ക് അതായത് 1/4, അതായത് 25% വർക്ക് തീരുകയും 50% താഴെയാണ് വർക്ക് തീർന്നിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. 1/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്പെൻസും അതിന്റെ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റിൽ പ്രകാരമുള്ള ക്യാഷ് നമ്മളുടെ വ്യത്യാസം നോഷണൽ, യഥാർത്ഥ പ്രോഫിറ്റ് അല്ലാത്തതിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോ ഈ കൊടുത്തിരിക്കുന്ന വർക്ക് തീർന്നതിന്റെ പ്രോഫിറ്റ് എത്ര, അതായത് 25% വർക്ക് തീരുകയും 50% വർക്ക് താഴെയാണെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത് 1/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക്. ഇവിടെ അതിന്റെ കോൺട്രാക്ട് പ്രൈസിലല്ല പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലോ എന്ന് കാണാൻ 25% മുകളിലും 50% താഴെയും ആണെങ്കിൽ ആ എഗ്രിമെന്റ് സർപ്ലസ്, എഗ്രിമെന്റ് പ്രവർത്തിക്കുന്ന ക്യാഷും അതിന്റെ എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയും. ഇപ്പൊ 1/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക്. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അടുത്തത് the job and contract cost is amount of profit to be taken to profit and loss account, calculated follow if the value for certified is half or more. അതായത് 50% കൂടുതൽ വർക്ക് തീരുകയും ആണെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത് 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക്. അതായത് ഈ കോൺട്രാക്ട് വർക്കിന്റെ 50% കൂടുതൽ വർക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ, ഫുള്ള് വർക്ക് തീർന്നിട്ടില്ല, പക്ഷെ 50% കൂടുതൽ വർക്ക് തീർന്നു, അങ്ങനെയാണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ യഥാർത്ഥ പ്രോഫിറ്റ് അല്ല, ഇപ്പൊ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക്. ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഈ 50% എബോവ് കൂടുതലുള്ള വർക്കിന്റെ പ്രോഫിറ്റ് എത്രയാണ്. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കോൺട്രാക്ട് വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്, അത് നടന്നുകൊണ്ടിരിക്കുന്ന റണ്ണിങ്, അതിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. These are for examples of industries for which the contract cost on the construction of industries. ചില ഇൻഡസ്ട്രീസുകൾ അതിന്റെ കൺസ്ട്രക്ഷൻ നടക്കും. ഇതെല്ലാം നമ്മുടെ ഈ കോൺട്രാക്ട് ബേസിസ്. പിന്നെ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, ചില എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ഒക്കെ കോൺട്രാക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതായത് കോൺട്രാക്ട് കോസ്റ്റിംഗ് അടിസ്ഥാനപ്പെടുത്തിയാണ് കണ്ടുപിടിക്കുന്നത്.
Aerospace and defense industries. എയറോസ്പേസും ഡിഫൻസുമായ ഇൻഡസ്ട്രീസ് ഒക്കെ കോൺട്രാക്ട് ബേസിസിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സ് ആൻഡ് IT സർവീസസ്, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും അതിന്റെ IT സർവീസസ് ഒക്കെ നമ്മൾ കോൺട്രാക്ട് ബേസിസിലാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രി, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സ് ആൻഡ് IT സർവീസസ്, ഇതെല്ലാം കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ. ഇനി what do you mean by extra budget? The extras refers to additional work, services and material or variation to the original scope of work that are not initially accounted for the contracts. These are changes or additions that were not part of the original agreement or specifications, but have been requested or required during the course of the project. അതായത് ഒരു വർക്ക് എഗ്രിമെന്റ് പ്രകാരം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിശ്ചിത തുക പറഞ്ഞിരിക്കും. ഈ തുകയേക്കാൾ കൂടുതൽ വരുന്ന ചില സമയങ്ങളിലൊക്കെ എക്സ്ട്രാ കൂടുതൽ വരും. അതുതന്നെയാണ് നമ്മുടെ എക്സ്ട്രാ വർക്ക്. അഡീഷണൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ചില വർക്കുകൾ ചെയ്തിട്ട് വേണം. നമ്മളൊരു എഗ്രിമെന്റ് പ്രകാരം ഒരു വർക്ക് ഏൽപ്പിച്ചു, പക്ഷെ ആ വർക്ക് കംപ്ലീറ്റ് ആണ് വേറെ വർക്കുകൾ ചെയ്യുന്നത്. അതിനെയാണ് അഡീഷണൽ വർക്ക്. ചേഞ്ചസ് ഇൻ സ്പെസിഫിക്കേഷൻ, നമ്മളൊരു സ്പെസിഫിക് ഡിസൈൻ കൊടുത്തിരിക്കും ഒരു വർക്ക്. ഈ ഡിസൈന് കൂടാതെ അതിന് ചേഞ്ചസ് ചിലപ്പോൾ വരുത്തുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ നിലവിലുള്ള ആ ഡിസൈൻ മാറ്റി പുതിയ സ്പെസിഫിക്കേഷൻ നൽകുന്നതിനാണ് ചേഞ്ചസ് ഇൻ സ്പെസിഫിക്കേഷൻ. In additional materials and resources, the need for extra material, equipment, or labor that was not initially accounted for the contract. This can arise due to unforeseen circumstances or changes in project requirements. അപ്പോൾ അഡീഷണൽ മെറ്റീരിയൽ വരും. ചിലപ്പോൾ മെറ്റീരിയൽ നമ്മൾ കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ പോരാ, അഡീഷണൽ ആയിട്ട് മെറ്റീരിയൽ ചിലപ്പോൾ ആവശ്യമായി. ഇതിനെ നമ്മുടെ അഡീഷണൽ മെറ്റീരിയൽ ആൻഡ് റിസോഴ്സസ്. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് സമയത്തുള്ളൂ. അതിലെ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഈസ് നോട്ട് ഗിവൻ. വർക്ക് സർട്ടിഫൈഡ് എത്രയാണെന്ന് നൽകിയിട്ടില്ല. The same can be worked out the help of dash clause. ഏത് ക്ലോസ് ആണ് ആവശ്യം? If the value of work is certified is not given, സർട്ടിഫൈ ചെയ്ത വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. The same can be worked out with the help of dash clause. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് റീറ്റൻഷൻ. അടുത്തത്, while determining profit uncompleted, while determining the profit on uncompleted contract uncompleted and contract taken to P&L account, a provision must be made for dash
contingencies. അതായത് while determining profit is incomplete, നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന വർക്ക് അൺകംപ്ലീറ്റഡ് ആണ്. അപ്പോ കോൺട്രാക്ട് ടേക്കൺ കംപ്ലീറ്റ് അൺകംപ്ലീറ്റഡ് ആണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇങ്ങനെ കണ്ടുപിടിക്കും. അതാണ് ഫ്യൂച്ചർ കണ്ടിജൻസീസിന്റെ അടിസ്ഥാനം. അടുത്തത് കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് കോസ്റ്റ് ഓഫ് ഡാഷ് ഫ്രം ദി കോസ്റ്റ് ഡേറ്റ്. ഇവിടെ ഒരു വർക്ക് തീർന്നു എങ്കിലും അത് ആർക്കിടെക്ട് സർട്ടിഫൈ ചെയ്യാതെ ഇതിനെയാണ് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത്. അടുത്തത് an abnormal loss of material or equipment should be dashed to the contract. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ചേർക്കേണ്ടത് ക്രെഡിറ്റഡ് ആണ്. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞു. അടുത്തത് while showing the working progress in balance sheet, cash received from the contract must be dashed therefrom. While showing the working progress in balance sheet, cash received from the contractee must be dashed therefrom. ഇവിടെ ആൻസർ ആണ് ഡിഡക്റ്റ് ചെയ്യും. അടുത്തത് നോ പ്രോഫിറ്റ് ക്യാൻ അൺകംപ്ലീറ്റ് കോൺട്രാക്ട് shall be taken to profit and loss. No profit is uncompleted. ഒരു കോൺട്രാക്ട് അൺകംപ്ലീറ്റഡ് ആണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ എടുക്കാം? വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ദാൻ എത്ര പെർസെന്റേജ്? 1/4 താഴെയാണെങ്കിൽ ഒരു കോൺട്രാക്ട് വർക്ക് എടുത്തു, ഇത് 1/4 താഴെയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അടുത്തത് if land is issued to contract has been debited at the cost to the contractor, the plant on hand at the end of the accounting year should be credited to contract account. എന്ന് പറയുകയാണെങ്കിൽ depreciated value basis. അടുത്തത് the terms of contract may include and dash under which the contract price can be enhanced. Contract price enhanced. അപ്പോൾ ഇവിടെ അതിനാണ് നമ്മൾ എസ്കലേഷൻ ക്ലോസ്. ഇവിടെ ഒരു കോൺട്രാക്ട് അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, പ്ലാന്റ്, ഡയറക്ട് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഡയറക്ട് എക്സ്പെൻസ്, ഇങ്ങനെ all expense on the debit side. And the materials closing balance and work certified and work uncertified, the credit side. So all expense, അതായത് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ്, പ്ലാന്റ്, ഡയറക്ട് എക്സ്പെൻസ്, general overhead. All expense shown on the debit side and closing balance and work certified and uncertified shown on the credit balance. Then both sides is a difference is profit or loss. So work certified, അത് credit side is കൂടുതലാണെങ്കിൽ
ഡെബിറ്റ് സൈഡ് കുറവും അവിടെ പ്രോഫിറ്റ്. ഇനി എക്സ്പെൻസ് കൂടുതലും വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും ക്ലോസിംഗ് ബാലൻസ് കുറവുമാണെങ്കിൽ അവിടെ നമുക്ക് ലോസ്. അപ്പോ ഇവിടെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 25% താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് എടുക്കാൻ പറ്റില്ല. 25%നും 50% താഴെയാണെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക്. അപ്പോൾ പ്രോഫിറ്റ്. ഇനി 50% കൂടുതലാണ് വർക്ക് തീർന്നതെങ്കിൽ 2/3 ഇൻറ്റു നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക്. അപ്പോൾ ഓക്കെ, എന്റെ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് അതാണ് യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ്. അപ്പോൾ മറ്റേ ഡിഫറൻസ് കിട്ടുന്ന തുകയാണ് നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ എന്ന് വെച്ചാൽ യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. ഇനി മൾട്ടിപ്പിൾ ചോയ്സുകൾ, ചോയ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. അതില് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്, കോൺട്രാക്ട് ഈസ് ദ ബെസ്റ്റ് ഡിഫൈൻ. അവിടെ ഏറ്റവും ഡിഫൈൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് പ്രോജക്റ്റ് ഓർ ജോബ് അണ്ടർടേക്കൺ ഓൺ എ കോൺട്രാക്ട് ബേസിസ്. അതാണ് ശരിയായുള്ള ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്? പ്രാഥമികമായ ലക്ഷ്യം എന്താണ്? അവിടെ ടു അലോക്കേറ്റ് ദ കോസ്റ്റ് ഇൻഡിവിജ്വൽ കോൺട്രാക്ട് അക്യുറേറ്റ് കൃത്യമായി കിട്ടാൻ സാധിക്കും. ഹൗ ഈസ് ദ പ്രോഫിറ്റ് റെക്കഗ്നൈസ് ഇൻ ദ കോൺട്രാക്ട് കോസ്റ്റ്? പ്രോഫിറ്റ് എങ്ങനെ തിരിച്ചറിയും? അത് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ്. അടുത്തത്, വിച്ച് കോസ്റ്റ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് അതിന് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ഓൺ കംപ്ലീഷൻ മെത്തേഡ്. കംപ്ലീറ്റ് എത്ര ചെയ്തു അതിനെ അടിസ്ഥാനം. വിച്ച് കോസ്റ്റ് ഈസ് ദ കൺസിഡർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്? ഈ കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ഡയറക്ട് കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് റോ മെറ്റീരിയൽ ഡയറക്ട്ലി യൂസ്ഡ് ഇൻ കോൺട്രാക്ട്. ഇത് ഡയറക്ട് മെറ്റീരിയൽ. അടുത്തത്, ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് വാട്ട് ഈസ് റിറ്റൻഷൻ ഓഫ് മണി? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ പോർഷൻ ഓഫ് ദി കോൺട്രാക്ട് പ്രൈസ് വിത്ത് ഹെൽഡ് ബൈ ദി കോൺട്രാക്ട്. പ്രോഗ്രസ് പേയ്മെന്റ് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആർ ടിപ്പിക്കലി ബേസ്ഡ്, അതായത് പ്രോഗ്രസ് പേയ്മെന്റ്സ് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ടിപ്പിക്കലി ബേസ്ഡ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അപ്പോൾ ആൻസർ കൊടുക്കേണ്ടത് ദി പെർസെൻറ്റേജ് ഓഫ് പ്രോജക്ട് കംപ്ലീഷൻ. അടുത്ത, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി കോസ്റ്റ് ടു കോസ്റ്റ് മെത്തേഡ് ഇൻ കോൺട്രാക്ട് കോസ്റ്റ്? അവിടെ ആൻസർ വേണ്ടത് ടു മെഷർ ദ പ്രോഗ്രസ് ഓഫ് ദി കോൺട്രാക്ട്. അതായത് നമ്മൾ കോൺട്രാക്ട് വർക്കിന്റെ പ്രോഗ്രസ് അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാം. അടുത്തത്, in contract costing, which of the following is considered an indirect cost? Indirect cost ഏതാണ്? അപ്പൊ നമുക്ക് അതിൽ പറയാൻ പറ്റും ഫാക്ടറി. What is the purpose of
calculating the percentage of completion in contract cost. What is the purpose of calculating the percentage of completion? The answer was to recognize the revenue and അടുത്തത്, under contract costing, which account is used to record the profit on incomplete contract? അപ്പോൾ അവിടെ നമുക്ക് ആൻസർ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തത്, which of the following included in the cost of work certified in contract costing? അതായത് ഇൻക്ലൂഡ് ഇൻ ദി കോസ്റ്റ് വർക്ക് തീർന്നു പക്ഷെ അത് സർട്ടിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അതിനെയാണ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. അടുത്തത്, which of the following is included in the cost of work certified in contract cost? ഇവിടെ ആൻസർ ആയിട്ട് മാറുന്നത് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. In contract costing, the contractor retains a certain percentage of the amount due to the contract reform. അവിടെ ആൻസർ നമുക്ക് വരുന്നത് റിസ്ക് മാനേജ്മെന്റ്. അടുത്തത്, the term escalation clause in contract refers. Escalation clause to this, a clause that allow the contractor to escalate the project. അടുത്തത്, in contract costing, which of the following is considered a direct expense? Following is considered as a direct expense. അവിടെ subcontracting cost. Today, time is over and finish.